മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആശങ്കയിലാണ് ലോകം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടന്ന ചേരിപ്പോരിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുന്നു. സെലൻസ്കിക്ക് അതുപോലെ ഉക്രൈന് പരിപൂർണ പിന്തുണയുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും രംഗത്ത് വരികയാണ്. ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉക്രൈന് 2.32 ബില്യൺ US$ സാമ്പത്തിക സഹായം UK വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച കരാറിൽ യുകെയും ഉക്രൈനുമായി ഒപ്പുവച്ചിരിക്കുന്നു. ഇത് മാത്രവുമല്ല, മാരക പ്രഹരശേഷിയുള്ള 5000 മിസൈലുകളാണ് UK ഉക്രൈന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആയുധ കൈമാറ്റം അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UK മാത്രമല്ല, പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി പരിപൂർണമായ സഹായ വാഗ്ദാനങ്ങൾ സെലൻസ്കിക്ക് നൽകിയിരിക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ നേരിട്ട് സെലൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയനിലെ വിവിധ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടി ലണ്ടനിൽ നടത്തുകയാണ്. ആ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് തന്നെ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടായ ആ വലിയ പ്രശ്നവും അതിനുശേഷം ഉക്രൈൻ നേരിടുന്ന സങ്കീർണമായ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്നുള്ളതുമാണ്. സെലൻസ്കിയെ ഉക്രൈനെ കൈവിടാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല. പകരം റഷ്യയ്ക്ക് നേരെ ഒന്നിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമം. അതിന് പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം പോളണ്ടും റഷ്യയും ബദ്ധവൈരികളാണ്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിച്ചാൽ അടുത്ത ലക്ഷ്യം പോളണ്ടാണ് എന്ന് പലതവണ പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ റഷ്യയെ കൃത്യമായി പ്രതിരോധിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപോലെ തന്നെ തീരുമാനിക്കുന്നു. അതിനുള്ള സൈനിക ശേഷി തങ്ങൾക്കുണ്ട് എന്ന് പല രാജ്യങ്ങളും പറയുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമായത് ഒത്തൊരുമയാണ്. ഒറ്റക്കെട്ടായി ഒത്തൊരുമയോടുകൂടി റഷ്യയുടെയും അമേരിക്കയുടെയും അധിനിവേശനത്തിനെതിരെ പടപൊരുതാനാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏകദേശ തീരുമാനം. ഇതാണ് ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. കാരണം അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് UK ഉക്രൈനെ സഹായിക്കുന്നു. ഉക്രൈന് വൻതോതിലുള്ള ആയുധങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നു. പോളണ്ട് തങ്ങളുടെ സൈനിക ശേഷി തന്നെ ഉക്രൈന് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു. ഫ്രാൻസ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി സെലൻസ്കിക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ലോകം പ്രതീക്ഷിച്ച പോലെയല്ല യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സെലൻസ്കി അവർക്ക് കൂടുതൽ പ്രിയങ്കരനാവുകയാണ് ചെയ്തത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾക്ക് പിന്നാലെ സെലൻസ്കി വൻതോതിൽ തിരസ്കരിക്കപ്പെടുമെന്നാണ് കരുതിയെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻതോതിലുള്ള സ്വീകരണമാണ്. ശനിയാഴ്ചയാണ് ബ്രിട്ടനിലേക്ക് സെലൻസ്കി എത്തിച്ചേർന്നത്. അവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി അവിടെ വന്നിറങ്ങിയ സെലൻസ്കിയെ വലിയ ആർപ്പുവിളികളോടെയും ഹർഷാരവത്തോടെയുമാണ് കൂടി നിന്ന ജനങ്ങൾ സ്വീകരിച്ചത്. അത് വലിയ തരത്തിൽ ആഘോഷപരമായ ഒരു സ്വീകരണമാണ് സെലൻസ്കിക്ക് അവിടെ ലഭിച്ചത്. ഇത്തരത്തിൽ UK മാത്രമല്ല, ഫ്രാൻസ് മാത്രമല്ല, പോളണ്ട് മാത്രമല്ല, നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉക്രൈൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, ഒരു യുദ്ധമുണ്ടായാൽ ഉക്രൈന് പിന്നിൽ ഉറച്ചു നിൽക്കാമെന്ന് ചില രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ വ്യക്തമാക്കുകയും ചെയ്തതായി ചില അസോസിയേറ്റഡ് പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാലങ്ങളായി റഷ്യയുടെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും മേധാവിത്വത്തിന് മുന്നിൽ അമ്പരന്ന് നിന്ന യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് വേണമെങ്കിൽ കരുതാം. അത്തരമൊരു ശ്രമം ഉണ്ടായാൽ സ്വാഭാവികമായും അമേരിക്ക അതിനെതിരെ പ്രതികരിക്കും. യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ അവരുടെ ഇന്ധനങ്ങൾ ഇനി അമേരിക്കയ്ക്ക് നൽകില്ലെന്നും ട്രംപ് അധികാരമൊഴിഞ്ഞ ശേഷം മാത്രമേ ഇനി അമേരിക്കയ്ക്ക് ഇന്ധനം വിൽക്കൂ എന്നുമുള്ള നിലപാടുകളും സ്വീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായും അസ്വാരസ്യങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ആകെ ഒരു പ്രതിസന്ധി രൂപപ്പെടുന്നു. യൂറോപ്പും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമുണ്ടാവുമോ? നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാകുമോ? അമേരിക്കയ്ക്ക് ഇതിലെടുക്കാൻ പറ്റുന്ന റോൾ എന്തായിരിക്കും? അമേരിക്ക റഷ്യയെ പിന്തുണയ്ക്കുമോ അതോ യൂറോപ്യൻ യൂണിയനെ പിന്തുണയ്ക്കുമോ? ഇതൊക്കെയാണ് പ്രധാനമായും ഉയർന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അല്പമൊന്ന് അവസാനിച്ച ഘട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ യുദ്ധ ഭീതിയിലേക്ക് ലോകം മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്ക
എരിതീയിൽ എണ്ണയൊഴിച്ചുവെന്നും വിഷയം ആളിപ്പടർത്തിയെന്നുമുള്ള വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും സെലൻസ്കി എന്ന ഉക്രൈൻ നേതാവിനെ വൈറ്റ് ഹൗസിൽ നിന്നും അപമാനിച്ചിറക്കി വിട്ടു എന്ന നിലപാടിൽ തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സെലൻസ്കിക്ക് പിന്നിൽ വൻതോതിൽ അവർ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും. ഇത് അമേരിക്കയുടെ രോഷത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അമേരിക്കയുടെ അമർഷത്തിനിടയാക്കും. അമേരിക്കയും റഷ്യയും ഒരു ചേരിയിലും യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റൊരു ചേരിയിലേക്കും എത്തിയാൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.